അവർ പറയുന്നതിനൊരു വിലയുണ്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ നാട്ടിലില്ല, അമേരിക്കയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കവടിയാറിലെ ഉദയ പാലസിൽ നടന്ന ഒരു പൊതു സമ്മേളനത്തിലാണ് ഇവർ പങ്കെടുത്തത്. ഒരു രഹസ്യ സമ്മേളനത്തിലും അല്ല പങ്കെടുത്തത്. അങ്ങനെ പങ്കെടുക്കുന്നതിൽ തെറ്റ് ഞാൻ കാണുന്നില്ല. മറ്റ് പ്രവൃത്തികളിൽ മറ്റ് സംഘടനകളോട് വേർതിരിച്ച് കാണാത്തിടത്തോളം കാലം എവിടെയും ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചെല്ലുന്നിടത്തൊക്കെ തല ഉയർത്തി നിന്ന് തന്നെ സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ നിങ്ങളടുത്ത് വരുന്നു എന്ന് പറയുന്നത് പോലെ ഞാൻ കാണുന്നുള്ളൂ. ന്യൂസ് 18 ഞാൻ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് പോലെ മറ്റൊരു വേദിയിൽ ഞാൻ എന്റെ അഭിപ്രായം പറയും. പക്ഷെ എന്നോട് ഇവിടെ ചോദിച്ചാൽ ഇവിടെ എന്റെ അഭിപ്രായം RSS അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് കാവ്യവൽക്കരണം ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് വൈസ് ചാൻസലർമാർക്കെതിരെ വന്നിരിക്കുന്നത്. അത് ഈ വൈസ് ചാൻസലർമാരുടെ രാഷ്ട്രീയവും കൂടി കണക്കിലെടുത്തുള്ള ഒരു വിമർശനമാണോ? ഒരുപക്ഷെ അത് ലക്ഷ്യമാക്കി പറയുന്നതായിരിക്കാം. കേരള രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത എങ്ങനെയാണല്ലോ. അതിന്റെ ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത്, ഇത്തരം പ്രസ്താവനകൾ മറുവശത്ത് വരുമ്പോൾ അറിയാതെ സമൂഹം ധ്രുവീകരിക്കപ്പെടും. ഇല്ലെങ്കിൽ ഇതൊന്നും ഒരു വിഷയമായി വരത്തില്ല. ഇതൊരു പ്രശ്നമേ ആകത്തില്ലായിരുന്നു. ഒരിക്കലും ഒരു പ്രശ്നമേ ആകത്തില്ലായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നു, മറ്റു പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു. ഞാൻ ഒരു 6 മാസം മുമ്പ് കോഴിക്കോട് കാന്തപുരത്തിന്റെ വലിയൊരു വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്ത ആളാണ്. അദ്ദേഹവുമായി അവിടെ ഞാൻ മുഖ്യ പ്രബന്ധം അവതരിപ്പിച്ച ആളാണ്. അതിനെന്താ തെറ്റെന്നാ ഞാൻ പറയുന്നത്. ഉടനെ ഞാൻ പച്ചവൽക്കരണം, ഹരിതവൽക്കരണമായോ, ഞാൻ മുസ്ലിമായോ, ഇല്ലെങ്കിൽ ഞാൻ തീവ്രവാദിയായോ, എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് മനസ്സിലാക്കാൻ അങ്ങനെയുള്ള ഉന്നത ശ്രേണിയിലുള്ളവർ പോകുന്നത് അവർക്കും നല്ലതാണ്, പോകുന്നവർക്കും നല്ലതാണ്. ശരി ശരി ഡോക്ടർ ജി ഗോപകുമാർ. ഇപ്പോൾ CK